എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞെടുത്തേക്ക് മിയാണെങ്കിൽ ഹീറോ ചുമ്മാ കളിയാക്കിക്കൊണ്ടിരുന്ന കാണത്തില്ലേ, അവന് വരെ നല്ല ദേഷ്യം വരുന്നുണ്ട്. സത്യത്തിൽ ചെന്നാണെങ്കിൽ ഈ ഓഫീസിൽ മാനേജറായിട്ട് വർക്ക് ചെയ്യാനുണ്ടായ കാരണം തന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹീറോയിനും അവളുടെ ബോസും ഇപ്പോൾ സീക്രട്ടായിട്ട് ലവ് ചെയ്യുന്നുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ പ്രേമിക്കുന്നൊന്നും ഇല്ലല്ലേ എന്നാണ് ചോദിക്കുമ്പോഴത്തേക്കിനും മിയോ ആണെങ്കിൽ അവൻ്റെ അടുത്തോട്ട് വരുവാണ്. മിയോ ഇത് ഓഫീസാണ്, ആരെങ്കിലും കാണും എന്നൊക്കെ എത്രയൊക്കെ പറഞ്ഞാലും അവൾ അതേപോലെ നിൽക്കും കേട്ടോ. എന്നാൽ ശരിയെന്ന് പറഞ്ഞാൽ അവനും വരുമ്പോഴത്തേക്കിന് ഞാൻ മടുത്തു, ഞാൻ പോവാ, നിന്നെ ടേസ്റ്റ് ചെയ്ത് എന്നും പറഞ്ഞിട്ടങ്ങ് പോയത്. ഇത് എന്ത് പെണ്ണാന്ന് പറഞ്ഞോണ്ട് ഹീറോ നിൽക്കുന്നത്. അപ്പൊ ചെന്നിനെ ആണെങ്കിൽ ആ പോലീസുകാരൻ വിളിച്ചിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. മിയോ ആണെങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിന് ചുമ്മാ ഒരു തലവേദന കേസാണല്ലോ ആ ദേഹോ, അത് ജിയാങ്ങിന്റെ സൈഡിൽ നിന്നുള്ളവനായതുകൊണ്ട് വെറുതെ ഇവളെ പ്രഷർ ആക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പൊ അവിടേക്ക് ഹീറോ വന്നിട്ട് ഞങ്ങളുടെ സൈഡിലെ ആൾക്കാരുടെ ചില ഭാഗത്ത് തെറ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ മിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ക്ലിയർ ചെയ്തുള്ള ഫയൽ എന്താന്ന് പറഞ്ഞിട്ട് അവളുടെ കൈ കൊടുക്കും. കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും മിയോ അവനെ മാറ്റി എടുത്തിട്ട് എടാ നീ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത്, എന്നെ ജോലി ചെയ്യിപ്പിക്കാതെ എന്നെ ചുമ്മാ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് പറയുമ്പോഴത്തേക്കിനോ എന്നാ പിന്നെ ഈ ജോലി വിട്ട് നീ പോയിക്കോ, അത് പറ്റത്തില്ല, എന്നാൽ ഞാനും ഈ ജോലി ഉപേക്ഷിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവനും പോവും. ചെന്നിനെ പറ്റി മൊത്തത്തിൽ അവിടെ നല്ല അഭിപ്രായം അല്ല കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ജിയാങ്ങിന്റെ അടുത്തുനിന്ന് വന്നവനില്ലേ ആ മാനേജർ എന്ന് പറഞ്ഞു ഇരിക്കുന്നവൻ, അവൻ എന്നാ അഹങ്കാരം, വന്നത് ഓഡിറ്റിംഗ് ടീമിന്റെ അടുത്താണ് എതിർത്തൊക്കെ സംസാരിക്കാൻ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പൊ ആ കമ്പനിയുടെ മെയിൻ ആയിട്ടുള്ള ആളുടെ അടുത്ത് ഹീറോ വന്നിട്ട് ബാരോസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എനിക്ക് വേണമെന്ന് പറയുമ്പോഴത്തേക്കിനും വന്നിട്ട് ഒരു ദിവസം തികഞ്ഞില്ലോ സാർ, അതിനു മുമ്പ് എന്തിനാ ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കുന്നതെന്ന് തരത്തില്ല എന്നുള്ള മട്ടി സംസാരിക്കുമ്പോഴത്തേക്കിനും ഞാൻ ജിയാങ്ങിനെ വിളിക്കട്ടെ എന്ന് നോക്കുമ്പോഴത്തേക്കിനും ആ റെക്കമെൻഡേഷൻ വഴി വന്നവർക്ക് എന്തോ ആവാലോ എന്നാണെങ്കിൽ പറയുമ്പോഴത്തേക്കിനും ഓ നിങ്ങൾ അങ്ങനെ പറഞ്ഞു വരുന്നത്, അന്ന് ഞാൻ ഡയറക്റ്റ് പോയിട്ട് അന്വേഷിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ആ ബെയർഹൗസിലോട്ടാണെങ്കിൽ അവൻ വന്നോണ്ടിരിക്കുമ്പോഴത്തേക്കിനും അയാളാണെങ്കിൽ അവിടെയുള്ള സാധനങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ആരൊക്കെയോ കടന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ അവരൊന്നും കോൾ എടുക്കുന്നില്ല. അപ്പൊ ചെന്നി വന്നിട്ട് അയാളോട് പറയാണ് ഇവിടെ ബാരേഴ്സിൽ വർക്ക് ചെയ്യുന്നവരെ നമ്പറാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ആക്കിക്കൊണ്ടിരിക്കും, നിങ്ങളിപ്പോൾ കുത്തി വിളിച്ചോണ്ടിരിക്കുന്നത് എന്നെയാണ് എന്നും പറഞ്ഞത് അയാൾക്കാണെങ്കിൽ എന്തോ പോലെയോ. ശരി സാർ നിങ്ങൾ ഇവിടെ വന്നില്ലേ, ബൈ ഇനി നമുക്ക് തിരിച്ചു പോകാന്ന് പറയുമ്പോഴത്തേക്കിനെ ഹീറോ പോകത്തില്ല, ഡീറ്റെയിൽസ് കിട്ടിയാലേ ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളത് പറഞ്ഞത്, വേറെ വഴിയില്ലാതെ അവരും കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ബോസും മീയും കൂടി ആണെങ്കിൽ വേറൊരു ഫാക്ടറിയിലോട്ട് വന്നേക്ക് എന്തൊക്കെയോ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഇവരാണെങ്കിൽ തനിക്ക് വരേണ്ട ഒരു പാർസൽ വന്നിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങോട്ട് കയറി വരുന്നത്. അപ്പോൾ അവിടുത്തെ ആൾക്കാരാണെങ്കിൽ മാഡം ഇവിടെ കുറേ പാക്കേജസ് വന്നിട്ടുണ്ട്, ഇങ്ങനത്തെ ഫാക്ടറിയിലൊന്നും വന്ന് ചോദിക്കാൻ പാടില്ല, ഒരുപാട് സാധനങ്ങളുണ്ട്, തപ്പി കണ്ടുപിടിച്ച് തരാൻ പറ്റില്ല, നിങ്ങൾ ഇവിടുന്ന് പോകുന്നിട്ട് അവർ പറഞ്ഞു വിടാം കേട്ടോ. പക്ഷേ വന്ന കാര്യമൊന്നും നടന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇറങ്ങുമ്പോഴത്തേക്കിന് ചെന്ന അവിടെ ഉണ്ടാവും കേട്ടോ. വാ മിയോ നമുക്ക് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ബോസ് ആണെങ്കിൽ മിയോ എന്നെ കൊണ്ടാക്കാന്ന് പറഞ്ഞായിരുന്നു എന്ന് പറയുമ്പോൾ ഇത് കേട്ട ചെന്നും എന്താ നമുക്ക് എല്ലാവർക്കും കൂടി പോകാന്ന് പറഞ്ഞിട്ട് അവൾക്ക് മാത്രം കൊടയും പിടിച്ചിട്ടാവും കൊണ്ടുപോകട്ടോ. പാവം ബോസ് ആണെങ്കിൽ നനഞ്ഞു വരേണ്ടി വരിക. പിന്നെ ഒരു മഴ തോരാൻ വേണ്ടിയിട്ട് ഒരിടത്ത് കയറി ഇരിക്കുമ്പോഴത്തേക്കിന് ഇവർ രണ്ടുപേരും അവിടെ തന്നെ നിൽക്കുകയും ചെയ്യും. അപ്പൊ അവിടെയാണെങ്കിൽ ഒരു അമ്പലം ഉണ്ടാവും, നമ്മുടെ ചെന്നൈ ഹീറോയിൻ ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥിക്കത്തില്ലേ, അത് കണ്ടതോ ഹീറോയിൻ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹം സാധിക്കാനുണ്ടെങ്കിൽ ഇവിടുന്ന് പ്രാർത്ഥിച്ചാൽ മതി, അത് നടക്കുന്നു പറയുമ്പോഴത്തേക്കിന് എന്താ മിയോ നീ ആഗ്രഹിച്ച് എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് നോക്കുമ്പോൾ അവളും ആലോചിച്ച് നോക്കുക, ചെന്നിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവണം എന്നല്ല അവൾ ആഗ്രഹിച്ചേ, ഇപ്പൊ ഏതാണ്ടൊക്കെ അത് നടന്ന പോലെ ആയതുകൊണ്ട് ആ നടന്ന പോലെയാന്ന് അവളും പറയും കേട്ടോ. എന്നാ പിന്നെ ഞാനും ഒന്ന് പ്രാർത്ഥിക്കട്ടെ, എനിക്ക് നല്ലൊരു ലവ് സെറ്റ് ആവട്ടെ എന്ന് എന്നാണേ പറയുമ്പോൾ ഹീറോ ആണെങ്കിൽ അങ്ങനെ പ്രേമിക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നെങ്കിൽ വേറെ ഏതൊരു അമ്പലത്തിൽ പോയാൽ മതി, പ്രണയങ്ങളൊക്കെ സാഫല്യമാക്കി തരുന്ന ഒരുപാട് അമ്പലങ്ങൾ ഉണ്ട് ഇവിടെ എന്നും പറഞ്ഞിട്ട് കളിയാക്കും കേട്ടോ. അങ്ങനെ അടുത്ത ദിവസം ഹീറോ ആണെങ്കിൽ ഓഫീസിൽ വന്നിരിക്കുമ്പോഴത്തേക്കിനും ഹീറോയിന്റെ ബോസ് ആണെങ്കിൽ വന്നിട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാണ്ട് അതുകൊണ്ട് ഈ ഫയൽസിലൊക്കെ ഒന്ന് സൈൻ ചെയ്ത് തന്നിരുന്നെങ്കിൽ അവിടേക്ക് ഒന്ന് പോകായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്കിനും ആ ശരി ശരി നോക്കാം നിങ്ങളിപ്പോൾ പൊക്കോ എന്നും പറഞ്ഞിട്ട് കാലം വെച്ച് ഒരുമാതിരി പൊച്ചത്തോടെയായിട്ട് അവനിരിക്കുന്നത്. ഇവന്റെ ഈ സ്വഭാവം തീരെ നമ്മുടെ ബോസിന് ഇഷ്ടപ്പെട്ടിട്ടില്ല. അത് കഴിയുമ്പോൾ ചെന്നാണെങ്കിൽ ബോസിനെയും കൂട്ടിക്കൊണ്ട് ഗെയിം കളിക്കാൻ വേണ്ടി കൊണ്ടുവന്നേക്കാട്ടോ. പതിവില്ലാതെ എന്നെന്തിനും ഇങ്ങോട്ടേക്ക് വിളിച്ചത് ഗെയിം കളിക്കാനല്ലെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയുമ്പോഴത്തേക്കിനും ചെന്നും പറയാട്ടോ മിയോനെ വെറുതെ ഈ കമ്പനിയിലെ പ്രശ്നങ്ങളിൽ ഇടപെടിപ്പിക്കാൻ വേണ്ടി പാടില്ല, അവൾ ഈ രീതി നിങ്ങൾ മാറ്റി നിർത്തണം, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുതരും. അപ്പം നിങ്ങളുടെ ആ കമ്പനിയിൽ എന്തോ വലുത് സംഭവിക്കുന്നുണ്ടല്ലോ, മിയോയുടെ അങ്ങോട്ട് അടിപ്പിക്കലെന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ അവിടെ നടക്കുന്നുണ്ടല്ലേ എന്നാണ് ഈ ചോദിക്കുന്നത് കേട്ടോ. ഇപ്പൊ ആ ഫാക്ടറിയിലാണ് കാണിക്കുന്നത്, ഇവരെന്തൊക്കെയോ കയറ്റി അഴിക്കുന്നൊക്കെയില്ലേ ഓരോ ട്രക്കിലൊക്കെ, ഇതൊക്കെ കണ്ട് ചെന്നാണെങ്കിൽ അവിടെയുള്ളവരോടാണെങ്കിൽ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ജോലിയൊക്കെ സിമ്പിളാന്ന് തോന്നുന്നു, പാക്കേജിനൊന്നും അധികം വെയിറ്റ് ഇല്ലെന്ന് തോന്നുന്നു, നല്ല സിമ്പിളായിട്ടാണല്ലോ ഇറക്കുന്നതും കയറ്റുന്നത് എന്നാണെങ്കിൽ പറയുമ്പോഴത്തേക്കിന് ബൈ എന്ന് പറഞ്ഞൊരു ജോലിക്കാരനുണ്ടാവേ, അയാളും പറയാണ് ആ എന്താ ഇതിൻ്റെ ഉള്ളിൽ നിന്നൊന്നും അറിയത്തില്ല, പക്ഷെ അധികം വെയിറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇറക്കാനും കയറ്റാൻ എളുപ്പമാണ് എന്നാണെങ്കിൽ പറയുമ്പോഴത്തേക്കിന് ചെന്ന് വരികയാണെങ്കിൽ എന്താപ്പാ ഇവന്മാര് കയറ്റി അയക്കുന്നതെന്നും പറഞ്ഞോണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടേക്കാണെങ്കിൽ ബോസ് മീനും കൂടി ആണെങ്കിൽ വരുക, ഞങ്ങൾക്ക് കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ അറിയണം, അതൊക്കെ ഒന്ന് കാണിക്കാവോ എന്ന് നോക്കുമ്പോഴത്തേക്കിന് അയ്യോ ഇതൊക്കെ കമ്പനിയുടെ പേഴ്സണൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ്, അതൊന്നും കാണിക്കാൻ പറ്റില്ല, മാനേജറിനോടൊന്ന് ചോദിച്ചേരെ എന്നാണെങ്കിൽ പറയുമ്പോഴത്തേക്കിന് ചെന്നി അങ്ങോട്ട് കയറും കേട്ടോ. ശരി
ശരി അവർക്ക് നോക്കാനുള്ള നോക്കിക്കോട്ടെ എന്ന് പറയും കേട്ടോ. മിയോ ആണെങ്കിൽ കമ്പ്യൂട്ടറിന്റെ മുന്നിൽ ഇരിക്കുമ്പോഴത്തേക്കിന് ക്യാമറയുടെ മുന്നിൽ മിയോനെ പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ട് മറിഞ്ഞു നിൽക്കുക കേട്ടോ. നിനക്ക് വേണ്ടതെല്ലാം വേഗം എടുത്തിട്ട് പോകുന്നു പറയുമ്പോഴത്തേക്കിന് അവളും ചില ഡീറ്റെയിൽസ് ഒക്കെ ആണെങ്കിൽ ഫോട്ടോ എടുത്തു നോക്കും. ചെന്നാണെങ്കിൽ എന്നിട്ട് ഈ ട്രക്കിലൊക്കെ ആണെങ്കിൽ അവർ എന്തൊക്കെയോ കയറ്റി വയ്ക്കുന്നില്ല, അത് എവിടേക്ക് പോകുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ വണ്ടികളെയൊക്കെ ഫോളോ ചെയ്ത് പോകുമ്പോഴത്തേക്കിന് മിയോ ആണെങ്കിൽ അതിനെ ഫോളോ ചെയ്ത് പോകുന്ന കാണുക. ഇവളെന്തിനും ഇതിനെ ഫോളോ ചെയ്തെന്ന് പറഞ്ഞിട്ട് അവൻ അവളുടെ പുറകെ തന്നെ വെച്ച് പിടിക്കുന്നുണ്ട് കേട്ടോ. അതേസമയം നമ്മുടെ ലീനയാണ് കാണിക്കുന്നത്. അവളുടെ അടുത്തോട്ടാണെങ്കിൽ ഒരു കൊച്ചു വന്നില്ലായിരുന്നു. ആ കൊച്ചാണെങ്കിൽ ഒരേ കരച്ചിലാണ്. അപ്പൊ അവിടെയുള്ള ആന്റിയും പറയാണ്, എന്ത് പറയാണ്, ഒരു ഷാമ്പു ബോട്ടിലാണെങ്കിൽ താഴെ വീണേനെ ഇവൻ കരയുന്നത് എന്നൊക്കെ ഓരോന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും ലീയും പറയുന്നുണ്ട്, ആന്റി നിങ്ങൾക്ക് ഞാൻ 20,000 രൂപ ശമ്പളം തരാം, കൊച്ചിനെ മാത്രം നന്നായിട്ട് നോക്കണം എന്നാണെങ്കിൽ പറഞ്ഞിട്ട് പോവാട്ടോ. അപ്പം അവിടേക്കാണെങ്കിൽ കെന്റെ ഗേൾഫ്രണ്ട് ഇല്ലേ, അവളാണെങ്കിൽ വരുന്നുണ്ട്. നീയും ചെന്നു ആണെങ്കിൽ ബ്രേക്കപ്പ് ആയോ നോക്കുമ്പോഴത്തേക്കിനും, ആടി ഞങ്ങൾ ബ്രേക്കപ്പ് ആയി, ഇത് നിന്നോട് കെന്ന് പറഞ്ഞില്ലേ നോക്കുമ്പോഴത്തേക്കിന്, കെന്ന് ഒരിക്കലും ചെന്നിന്റെ പേഴ്സണൽ ആയിട്ടുള്ള ലൈഫിനെ പറ്റിയൊന്നും എന്നോട് പറയത്തില്ല. നിനക്ക് വേണമെങ്കിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ചെറുക്കനുണ്ട്, നല്ല പയ്യനാ, വേണമെങ്കിൽ നിങ്ങളെ സെറ്റാക്കാന്ന് പറയുമ്പോഴത്തേക്കിനും വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ലീ ആണെങ്കിൽ ചെന്നി ഇവളെ രക്ഷിക്കാൻ വന്നത് ഇവളുടെ കൂടെ എപ്പോഴും സഹായത്തിനുണ്ടായില്ലേ, അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇതുപോലത്തെ നല്ലൊരു ചെറുക്കനെ ഞാൻ എങ്ങനെ കൈവിടുക, അവനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നും പറഞ്ഞ് ഇപ്പൊ ആ ട്രക്കിനൊക്കെ ഫോളോ ചെയ്തിട്ട് മിയ വന്നിട്ടുണ്ടാവില്ലേ, അവന്മാരാണെങ്കിൽ ആ വണ്ടികളുടെ നമ്പർ പ്ലേറ്റ് ഒക്കെ ആണെങ്കിൽ മാറ്റും കേട്ടോ. വില്ലെന്തോ ആണ് ഇവന്മാര് കടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് ഹീറോയിന് മനസ്സിലായിട്ട് അതൊക്കെയാണെങ്കിൽ ഫോട്ടോ എടുത്തോണ്ടിരിക്കുമ്പോഴത്തേക്കിന് ചെന്നങ്ങോട്ടേക്ക് വരും. നീ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്ന് നിൽക്കുമ്പോ, നീ എന്താ മിയ ഇവിടെ ചെയ്യുന്നപ്പോ പോവാന്ന് പറയുമ്പോഴത്തേക്കിന്, അതെ നീ എന്ത് കാരണത്താല എന്നെ തടയുന്നതെന്ന് എനിക്കറിയില്ല, എന്റെ ബോയ് ഫ്രണ്ടാന്ന് പറഞ്ഞ അധികാരം എടുത്താൽ വരുന്നെങ്കിൽ അത് ചോദിക്കാനുള്ള അവകാശം നിനക്കില്ല, അത് കൂടെ വർക്ക് ചെയ്യുന്നവനായിട്ട് എന്നോട് ചോദിക്കുന്നെങ്കിൽ അതും നിനക്ക് ചോദിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞോണ്ടിരിക്കുമ്പോ ഹീറോയിന്റെ ഫോൺ ആണെങ്കിൽ റിങ് ചെയ്യാട്ടോ. ഈ സൗണ്ട് കേട്ടത് അവിടേക്കാണെങ്കിൽ ഒരുത്തം വരുന്നുണ്ട്. മിയ വേഗം ആ കാറി പോ, ആ ചീഫ് മാനേജർ നമ്മളെ കണ്ടു എന്നാ തോന്നിയെന്ന് പറഞ്ഞിട്ട് കാറി കയറ്റിയെടുത്തു കേട്ടോ. മിയോ ആണെങ്കിൽ ഒരു സംശയം തോന്നിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവരെന്തോ കപ്പിൾസിനെ പോലെ അഭിനയിക്കും കേട്ടോ. എന്നാൽ ഈ ചീഫ് മാനേജറിനാണെങ്കിൽ എന്തോ ഡൗട്ടായിട്ട് ആ കാറിന്റെ അടുത്തോട്ട് വരാൻ വേണ്ടി നിൽക്കുമ്പോഴത്തേക്കിന് ബൈ എന്ന് പറഞ്ഞ ഒരു സ്റ്റാഫ് അവിടെ വർക്ക് ചെയ്യുന്നില്ല, അയാൾ അങ്ങോട്ടേക്ക് വന്നിട്ട് അങ്ങോട്ടേക്കൊന്നും പോകണ്ട, അത് ഫുള്ളും പ്രണയിക്കുന്നവരാണ്, ഇങ്ങനെ ഏതെങ്കിലും സ്ഥലം കണ്ടാൽ മതി, അപ്പം കാറിൽ നിർത്തിയിട്ട് ഇവന്മാരുടെ പരിപാടി ഇതൊക്കെ തന്നെയാണ്, വാ നമുക്ക് പോവാന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോകും കേട്ടോ. നീ ആണെങ്കിൽ പോയോന്നും പറഞ്ഞ് നോക്കുമ്പോഴത്തേക്കിന് അവർ പോയി കേട്ടോ. ഹീറോ വരെ ഒരുമാതിരി നോക്കുന്നുണ്ടത് അവനോട്ടൊരു കടിയും വെച്ച് കൊടുത്തിട്ട്, ഇത് നോക്കിക്കേ എന്നെ വെറുതെ എന്നെ ഫോളോ ചെയ്ത് എന്റെ ജോലി തടസ്സപ്പെടുത്തിയേക്കില്ലേ, അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ വീട്ടിലോട്ട് പോലും വരത്തില്ല. അതിനൊക്കെ അത് കാറിൽ നിറങ്ങുന്ന പറഞ്ഞിട്ട് അവനെ ഇറക്കി വിട്ടിട്ട് അവള് കാർ ഓടിച്ച് പോകുമ്പോഴത്തേക്കിന് അവളുടെ പുറകെ തന്നെ ഇവന്റെ കാർ എടുത്ത് വരും കേട്ടോ. ഏതോ ഒരു പെട്രോൾ പമ്പിൽ അവള് നിർത്തിയിട്ട് ബോസിന്റെ കൂടെ കയറി പോകുന്നതാണെങ്കിൽ ഇവൻ കാണും കേട്ടോ. എന്നിട്ട് അവന്റെ വണ്ടി അവൾ നിർത്തിയിട്ട് പെട്രോൾ അടിക്കാൻ വേണ്ടി പറയുമ്പോൾ സാർ ഇത് ഫുൾ ടാങ്ക് എന്ന് പറയും. എന്നാൽ ഇച്ചിരി സ്പേസ് ഉണ്ടാവില്ല, അതിനകത്ത് അടിക്കുന്നു പറഞ്ഞിട്ട് ഇവരെ പുറകെ അവനും വരുവേ. ഇവനെ കണ്ടത് ബോസ് ആണെങ്കിൽ, ചെൻ നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നത്, ഞങ്ങൾ എവിടെ പോയാലും പുറകെ ഉണ്ടല്ലോ, നിങ്ങൾക്കും എന്താ ജോലി ഉണ്ടെന്നാണ് പറയുന്നത് എന്നാണ് ഈ പറയുമ്പോൾ മിയാണെങ്കിൽ അവൻ ഒരുമാതിരി നോക്കും കേട്ടോ. അല്ല നിങ്ങളുടെ ചുണ്ടിന് എന്താ പറ്റിയേ, അപ്പൊ മിയോ ചെന്നു ആണെങ്കിൽ ഒരുമാതിരി നോക്കുന്നതാണെങ്കിൽ ബോസ് ശ്രദ്ധിക്കുന്നു കേട്ടോ. ബോസ് നിങ്ങൾ എന്തിനാണ് ഇതിലൊക്കെ ഇടപെടുന്നത്, ബാ പോവാന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്കിന് മിയോ നിങ്ങളൊന്ന് പുറത്തേക്കാവോ, നിങ്ങളുടെ ബോസിനോടൊന്ന് എനിക്ക് സംസാരിക്കാന്ന് പറഞ്ഞിട്ട് അവരെന്താ സംസാരിക്കുന്നുണ്ട് കേട്ടോ. മിയോ കാറിലിരിക്കുമ്പോഴത്തേക്കിനും ബോസും കയറി വന്നിട്ട്, എന്താ മിയോ കടിച്ചു വെക്കുന്നുണ്ടല്ലോ, നിനക്ക് ഇങ്ങനെ ഒരു സൈഡ് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചു പോലില്ല, നിന്റെ എക്സ് ബോയ് ഫ്രണ്ട് ആയിട്ടും എനിക്കിതൊന്നും സഹിക്കാൻ പോലും പറ്റുന്നില്ല, അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ ആണെങ്കിൽ ചിരിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്കിന്, അല്ല അകത്ത് അവൻ എന്നോട് എന്താ പറഞ്ഞതെന്ന് നിനക്ക് അറിയേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അവൻ എന്താ പറഞ്ഞിട്ടുണ്ടാവുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് അവൾ പറയും. ശരിക്കും ബോസിനെ മാറ്റി എടുത്തിട്ട് അവൻ ഭീഷണിപ്പെടുത്തി കാണും. ഇത് നോക്കിക്കേ, ഇനി ഒരു വട്ടം കൂടി മിയോൻ ഇങ്ങനത്തെ ഡേഞ്ചർ ആയിട്ടുള്ള ജോലിക്കൊക്കെ നീ പറഞ്ഞു വിട്ടു എന്നങ്ങനെ ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള നിന്റെ ജീവിതം, ഭാവി ജീവിതം എന്നുള്ളതെല്ലാം ഞാൻ തകർക്കും എന്നും പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവേ. മിയോ ആണെങ്കിൽ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് ഒരു കംപ്ലൈന്റ് കൊടുക്കാണ്, ഈ നമ്പർ പ്ലേറ്റിലുള്ള ഈ വണ്ടിയാണെങ്കിൽ എൻ്റെ കാറിൽ സ്ക്രാച്ച് ആക്കിയിട്ട് പോയി എന്നും പറഞ്ഞുകൊണ്ട്, അതാ ബൈ എന്ന് പറഞ്ഞവരുടെ നമ്പർ പ്ലേറ്റ് ആയിരിക്കും കേട്ടോ കൊടുത്തത്. ശരി മാഡം ഞങ്ങൾ അന്വേഷിച്ചിട്ട് വിളിക്കാന്ന് പറയും. ഇപ്പൊ ഇവരുടെ ആ ചീഫ് മാനേജറാണെങ്കിൽ കമ്പനിയുള്ള സ്റ്റാഫിനൊക്കെ നിർത്തിയിട്ട് ഓരോന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കിനും ബൈനെ കാണുന്നില്ലല്ലോ, എവിടെ പോയി നോക്കുമ്പോഴത്തേക്കിനാണ് സ്റ്റാഫും പറയുന്നത്, നമ്മുടെ വണ്ടിയും കണ്ട് ആര് കാറിൽ സ്ക്രാച്ച് ആക്കി എന്ന് പറഞ്ഞിട്ട് പോലീസുകാർ വിളിച്ചേക്കുക, അവിടേക്ക് അവൻ പോയേക്കോ എന്ന് പറഞ്ഞത്. ചീഫ് മാനേജർക്ക് ഇത് കേട്ട് ഷോക്ക് ആവട്ടോ, നമ്മളെ ഫേക്ക് ആയിട്ടുള്ള നമ്പർ പ്ലേറ്റിലൊക്കെയാണ് പോകുന്നത്, പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ടെങ്കിൽ പണിയാവുമെന്ന് പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനായിട്ട് പോകുന്ന നിൽക്കാട്ടോ. അതിനു മുമ്പ് വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ട് ചെന്നാണെങ്കിൽ മീൻ്റെ അടുത്ത് വന്നിട്ട്, മിയോ നീ ഇവിടെ നിൽക്കണ്ട, വേഗം തന്നെ ഇവിടുന്ന് പോയിക്കോ, ഇതെങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് ഇനി ജോലി ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് പോയിക്കോ ഇവിടെ എന്ന് പറഞ്ഞിട്ട് അവളെ പറഞ്ഞു വിടാൻ നിൽക്കുമ്പോഴത്തേക്കിന് ആ ബൈ എന്ന് പറഞ്ഞവൻ അങ്ങോട്ടേക്ക് വരും കേട്ടോ. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, കേസൊക്കെ ഞാൻ ഒത്തുതീർപ്പാക്കിയിട്ടുണ്ട്, പോയിക്കോ എന്നാണ് ഈ പറയുമ്പോഴത്തേക്കിന് ആ ചീഫ് മാനേജർ വരുക. ബൈൻ്റെ അടുത്താണെങ്കിൽ ദേഷ്യപ്പെടും കേട്ടോ, എന്തൊക്കെ ഇവിടെ നടക്കുന്നത്, നമ്മളെ ആരും ഫോളോ ചെയ്യുന്നുണ്ട്, അതാന്ന് പോലും നിനക്ക് ഇതുവരെ മനസ്സിലായി
മനസ്സിലായില്ലേ എന്നാണ് ചോദിക്കുമ്പോഴത്തേക്കിന് ചെന്നാണെങ്കിൽ മിയോനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറയും, ആ ദേഹമില്ലേ അവനാണ് കംപ്ലൈന്റ് കൊടുത്തേക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട്. എന്നിട്ട് ഹീറോ ആണെങ്കിൽ നേരെ ആ ദേഹവിനെ കണ്ടിട്ട് സംസാരിക്കാട്ടോ, നിങ്ങളാണ് കംപ്ലൈന്റ് കൊടുത്തതെന്ന്. ഞാനൊന്നും കൊടുത്തിട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്കിന്, പക്ഷെ നിങ്ങൾ ഈ കമ്പനിക്കെതിരെ എന്തൊക്കെയൊക്കെയോ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടല്ലോ, അതിന്റെ വിവരങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് തെളിവൊക്കെ കൊടുക്കുമ്പോഴത്തേക്കിന് ഇയാൾക്കാണെങ്കിൽ പേടിയാവും കേട്ടോ. അവിടെ ഹീറോ ഇങ്ങനെ പറയാണ്, മര്യാദയ്ക്ക് ഈ കമ്പനി റിസൈൻ ചെയ്തിട്ട് പോയിക്കോ, അതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിന് നല്ലത്, അല്ലെങ്കിൽ ജിയാങ് എന്ത് ചെയ്യുന്ന അറിയാലോ എന്നാണെങ്കിൽ പറഞ്ഞത്. അയാൾക്ക് പേടിയായിട്ട് ജോലിയെ വിട്ടിട്ട് അവിടുന്ന് രക്ഷപ്പെടുക കേട്ടോ. ജിയാങ്ങിനെങ്ങാനും ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവനെ കൊല്ലുന്നത് നന്നായിട്ട് അറിയാം, അതുകൊണ്ടാണ് രക്ഷപ്പെട്ടു പോകുന്നത്. മിയോ ആണെങ്കിൽ വന്നിട്ട് പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയി നോക്കുമ്പോഴത്തേക്കിന് അവളുടെ തലയും തടവി കൊടുത്തിട്ട് അവനാണെങ്കിൽ നേരെ ജിയാങ്ങിനെ കാണാൻ വേണ്ടി വന്നേക്കുക. എന്തായി ദേഹുവിന്റെ പ്രശ്നം എന്ന്. അവൻ ഇത്രയും നാൾ നമ്മുടെ കൂടെയായിരുന്നു നിന്ന്, പക്ഷെ നമ്മുടെ എതിരെയാണെങ്കിൽ ഇപ്പൊ നിന്നിട്ടുണ്ട്, അതുകൊണ്ട് റിസൈൻ ചെയ്ത് പോയെ എന്നാണ് ഈ പറയുമ്പോഴത്തേക്കിന്, ശരി ദേഹം നമ്മൾ ചതിച്ചു എന്ന് തന്നെ വെച്ചിരിക്കട്ടെ, പക്ഷെ ആ നമ്പർ പ്ലേറ്റിന്റെ ആ കേസൊക്കെ ആയ സ്ഥിതിക്ക് അതിൽ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് നീ എന്തിനു പോയ? നീയും ആ കേസായിട്ട് ഒരു ബന്ധമില്ലല്ലോ. അത് പിന്നെ നമ്മുടെ കമ്പനി നല്ലതാവാൻ വേണ്ടിയിട്ട് ഞാൻ അതിൽ ഇടപെട്ടെ എന്നാണെങ്കിൽ കള്ളം പറയും കേട്ടോ. ഇതാണെങ്കിൽ ജിയാങ്ങിന് ഡൗട്ട് ആവുന്നുണ്ട്. അപ്പൊ അവിടെ ആ ബിമ്മും ഇയാളും നിൽക്കുന്ന ഒരു ഫോട്ടോ ആണെങ്കിൽ ഹീറോ ഒരുമാതിരി നോക്കുക. നമ്മുടെ പോലീസുകാരന്റെ ഗേൾഫ്രണ്ടിന്റെ ഓർമ്മ ദിവസം കണ്ടാ തോന്നിട്ടെന്ന്. അതുകൊണ്ട് അവിടെ വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുക. ചെന്നും മീയും ഉണ്ടല്ലോ, നിനക്ക് ഇഷ്ടപ്പെട്ട ഫ്ലവറും കേക്കൊക്കെ ആണെങ്കിൽ എനിക്ക് ഇഷ്ടമെന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. സത്യത്തിൽ അത് നിനക്ക് തരാനാന്ന് എനിക്കറിയാം, അതൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ മീയ ഉണ്ടല്ലോ തിരിച്ചു വന്നിട്ടുണ്ട്. ചെറിയ കൊച്ചൊന്നല്ല, അവിടെ നല്ലോണം വലുതായി. അവർ രണ്ടുപേരും നന്നായിട്ട് നോക്കാൻ പറ്റാത്തതിന്റെ കുറ്റബോധം എനിക്ക് ഇപ്പോഴും ഉണ്ട് എന്നാണ് ഈ പറഞ്ഞിട്ട് പോലീസുകാരനാണെങ്കിൽ തന്റെ ചീഫിനെ കണ്ടിട്ട് പറയാട്ടോ, ഇപ്പൊ നമ്മുടെ കയ്യിൽ വ്യക്തമായ തെളിവുകളുണ്ട്, എന്തായാലും നമുക്ക് ഇതിനെതിരെ തിരിയാം എന്നാണ് ഈ പറയുമ്പോൾ, ഇതുപോലെ കുറെ തെളിവുകൾ നമുക്ക് കിട്ടിയിട്ട് അവസാനം കുറ്റങ്ങൾ മൊത്തം നമുക്ക് തന്നെ അല്ലായിരുന്നോ, ഏതായാലും ഞാൻ ഈ റിപ്പോർട്ടൊന്ന് മുകളിലോട്ട് അയച്ചു നോക്കാം എന്നൊക്കെയാണ് പറയുന്നുണ്ട്. അടുത്ത ദിവസം ചെന്നാണെങ്കിൽ വീട്ടിൽ ഭയങ്കര ഡ്രസ്സിംഗ് ഒക്കെ ചെയ്തിട്ട് ഹെയർ ജെൽ ഉണ്ടോ മിയോ, ഉണ്ടെങ്കിൽ ഒന്ന് ഇട്ടതാ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സ്റ്റൈലാക്കി കൊണ്ടിരിക്കുമ്പോഴത്തേക്കിന് മിയോ ആണെങ്കിൽ മൈൻഡ് ആക്കാതെ പോവാ. കണ്ടില്ല, അവള് മാത്രം അടിപൊളിയായിട്ട് പോയൊക്കെ ദുഷ്ടത്തി, എനിക്കൊന്ന് ഹെയർ ജെല്ല് പോലും തന്നില്ല എന്ന് പറഞ്ഞിട്ട്. സംഭവം എന്താന്ന് വെച്ചാൽ ഇത് നമ്മുടെ കെന്നിന്റെയും ഗേൾഫ്രണ്ടിന്റെയും കല്യാണം കേട്ടോ. അവിടേക്കാണ് രണ്ടും കൂടി വരുന്നത്. അപ്പൊ കല്യാണ ചെക്കൻ്റെ കൂടെ ഒരാൾ നിൽക്കണമല്ലോ, അപ്പൊ ഹീറോ ആയിരിക്കും ചെക്കൻ്റെ കൂടെ നിൽക്കുന്നത്. അപ്പം നമ്മുടെ കെണ്ണാടി ഭയങ്കര ടെൻഷനായിട്ടോ. വെഡിങ്ങിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വയ്ക്കും, ഞങ്ങൾ എപ്പോഴാണ് കണ്ടുമുട്ടി, എപ്പോഴാണ് പ്രേമിക്കാൻ തുടങ്ങിയത്, എപ്പോഴാണ് കറങ്ങാൻ പോയത്, അവൾ സ്കൂളിൽ പോയ ഡേറ്റ്, അവളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അവൾ കോളേജിൽ പോയ ഡേറ്റ്, ഇതൊക്കെ ഓർത്ത് വെക്കണം എന്നിട്ട് അതിൻ്റെയൊക്കെ പ്രാക്ടീസിലാണ് ചെന്നാടിക്ക്. ഇതൊക്കെ കുറച്ച് ഓവറല്ലേടെ നോക്കുമ്പോഴത്തേക്കിന് ഇതൊന്നും നിനക്ക് ഇപ്പം മനസ്സിലാവില്ല, നിനക്കൊരു കല്യാണം ആവട്ടെ അപ്പം മനസ്സിലാവും. അപ്പൊ നിന്നോട് ഇതേപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. പെണ്ണിനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസ് ഇപ്പോഴേ പഠിച്ചു വെച്ചെന്ന് പറയുമ്പോഴത്തേക്കിന് അവനും ഭയങ്കരമായിട്ട് പിടി പോട്ടി ഇങ്ങനെയൊക്കെ ചോദിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. മിയോ ആണെങ്കിൽ പെണ്ണിന്റെ അടുത്തായിരിക്കും ഉള്ളത്. ഒരുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ലീയൊക്കെ ആയിരിക്കും വന്നേക്കുന്നത്. അപ്പത്തേക്കിന് ചെക്കനും കൂട്ടരും ആണെങ്കിൽ അകത്തോട്ട് കയറി കേട്ടോ. അവിടെ എന്തൊക്കെയോ നൂലാണെങ്കിൽ അപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടു കൊടുക്കണം. അപ്പൊ ചെക്കന്റെ ഭാഗത്തുനിന്ന് നമ്മുടെ ഹീറോ ആയിരിക്കും കൊണ്ടു കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നത്. കെന്നാണെങ്കിൽ മിയോന് അപ്പുറത്തെ സൈഡ് കണ്ടത്, നീ ചെക്കൻ്റെ കൂട്ടുകാരല്ലേ, നീ എന്തിനാ അവിടെ പോയി നിൽക്കുന്നേ, നീ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഏതായാലും നൂലെടുത്തിട്ട് വാ എന്നാണ് ഈ പറഞ്ഞത്. ചെന്നും മിയോ ആണെങ്കിൽ അടുത്തടുത്ത് വരാട്ടോ. എന്നിട്ട് രണ്ടുപേരാണെങ്കിൽ നൂലൊക്കെ കോർക്കുക. അങ്ങനെ ഫസ്റ്റത്തെ ആചാരാണെങ്കിൽ കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. അത് കഴിയുമ്പോൾ ഓരോരോ ചടങ്ങുകളൊക്കെ ചെയ്യുക. കെന്ന് പ്രതീക്ഷിച്ച പോലെ തന്നെ ഓരോ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട്, അവൻ ഉത്തരവും പറയും. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എന്താ ചോദിക്കുന്നതെന്ന് വെച്ചാൽ, നിന്റെ വൈഫിനെ നീ എങ്ങനെ നോക്കാന്ന്. അത് എന്നെക്കാട്ടിലും എൻ്റെ കൂടെ നിൽക്കുന്ന ചെന്ന് ഉത്തരം പറയുക. അവൻ്റെ വൈഫിനെ എങ്ങനെ നോക്കാൻ നമുക്കൊന്ന് ചോദിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ ചെന്നും പറയാണ്, എനിക്ക് വരാൻ പോകുന്ന പെൺകുട്ടിനെ ഞാൻ നന്നായിട്ട് തന്നെ നോക്കും, അവൾ നല്ല ഹെൽത്തി ആയിട്ട് ഇരുന്നാൽ മതി, അത്ര മാത്രമേ എനിക്കുള്ളൂ എന്നാണെങ്കിൽ മിയോനെ തന്നെ നോക്കി പറയുന്നത് ലീ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് ചടങ്ങുകളൊക്കെ കഴിഞ്ഞതും പെണ്ണിനെയും ചെക്കനെയും കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് പേരൊക്കെ ആണെങ്കിൽ അങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുക കേട്ടോ. മിയോ ആണെങ്കിൽ അവനെ മാറ്റി വെച്ചിട്ട്, നീ എന്തിനാണ് എന്നെ നോക്കി അതൊക്കെ പറഞ്ഞത്, നമ്മുടെ രണ്ടുപേരെ ലൈഫിനെ എങ്ങനെയായിരിക്കും നിനക്ക് അറിയോ എന്നാണ് ചോദിക്കുമ്പോൾ അവനും എന്തോ പറയാൻ വേണ്ടി പോകുമ്പോഴത്തേക്കിനും അപ്പൊ അവിടെയാണെങ്കിൽ ഒരു പ്രശ്നം നടക്കാട്ടോ. ചെക്കൻ്റെ സൈഡിൽ നിന്ന് ചെന്ന് നിൽക്കുന്നില്ല, അതുപോലെ തന്നെ പെണ്ണിന്റെ സൈഡിൽ നിന്ന് ഒരു പെൺകുട്ടി നിൽക്കാന്ന് പറഞ്ഞതായിരുന്നു. പക്ഷെ അവളാണെങ്കിൽ ഇതുവരെ വന്നിട്ടില്ല. ഹീറോയിന്റെ സൈസിലുള്ള ഡ്രസ്സാണ് തയ്പ്പിച്ചേക്കുന്നത് പെൺകൊച്ചിന് വേണ്ടിയിട്ട്. അവന്റെ മോളെ നീ നിൽക്കുമെന്ന് വെക്കുമ്പോഴത്തേക്കിനും ലീ ആണെങ്കിൽ പെട്ടെന്ന് ഞാൻ നിന്നോളെന്ന് പറഞ്ഞ് വരും കേട്ടോ. അങ്ങനെ വെഡിങ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ നടക്കുന്നുണ്ട്. അങ്ങനെ വെഡിങ് ഫംഗ്ഷനൊക്കെ കഴിഞ്ഞത് ഗെയിമിംഗ് സെന്ററിൽ നമ്മുടെ ചെന്നും പിന്നെ ഞാനും മാത്രം ഒറ്റയ്ക്കാവും കേട്ടോ. അവൻ ഇല്ലാത്തത് ഇപ്പോഴാണ് എനിക്ക് നന്നായിട്ട് അറിയുന്നത്. അവൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇങ്ങോട്ടൊക്കെ എപ്പോഴും വരാൻ പറ്റുമോ? പിന്നെ നീ ഇങ്ങനെ മിണ്ടാതൊന്നും ഇരിക്കേണ്ട, നിന്റെ കയ്യിലുണ്ടായിരുന്ന ആകെപ്പാടെ ഉണ്ടായിരുന്ന 50,000 യുവാനല്ല നീ ആ കല്യാണത്തിന് വേണ്ടി കൊടുത്തത്. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ഓഫീസിലോട്ട് വരുമ്പോഴത്തേക്കാണ് ചെന്നും വന്നിട്ട് എല്ലാവരും പറയാം കേട്ടോ, നമ്മുടെ ജോലിക്ക് ഏകദേശം കഴിയാനായി, അതിനു മുമ്പ് ഒരു ട്രിപ്പ് അങ്ങ് പോയാലും നിൽക്കുമ്പോൾ നീ ആണെങ്കിൽ ഓക്കെ എന്ന് പറയും കേട്ടോ. അങ്ങനെ കമ്പനിയിലുള്ള എല്ലാവരുമായിട്ടാണെങ്കിൽ അടിച്ചു
പൊളിക്കാൻ വേണ്ടിയിട്ട് ഈ കടലിന്റെ ഒക്കെ സൈഡിലോട്ട് വന്നേക്കോ, ബോട്ടിങ് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് നല്ല സന്തോഷത്തിലാണ് എല്ലാവരും ഇരിക്കുന്നത്. അപ്പൊ കടലിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് നമ്മുടെ മിയോ ഒക്കെ ആണെങ്കിൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വരുമ്പോഴത്തേക്കിനും ബോസ് വരാണെങ്കിൽ മിയോ നിന്റെ സ്കിൻ ടോണിന് പറ്റിയ കളറാട്ടോ നീ സെലക്ഷൻ ചെയ്തേക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവളോട് ഓരോന്നൊക്കെ പറയും കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കിനും ചെന്ന് സഹിക്കാൻ പറ്റാതെ ഇതൊന്ന് കേട്ട് നിൽക്കാൻ പോലെ എനിക്ക് പറ്റില്ലെന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവുകയും ചെയ്യും കേട്ടോ. എന്നിട്ട് രണ്ടുപേരാണെങ്കിൽ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കാണ്. നിനക്ക് ബീച്ചിന്റെ സൈഡിൽ ഇരുന്നിട്ട് കേൾക്കാൻ പറ്റിയ മ്യൂസിക് ഒക്കെ ആണെങ്കിൽ ഞാൻ സെലക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്, നിനക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കിന് താങ്ക് യു ഈ ഗിഫ്റ്റിന് എന്നാണെങ്കിൽ പറഞ്ഞിട്ട് നിനക്ക് ഞാൻ സൺസ്ക്രീം ഒക്കെ ഇട്ട് തരട്ടെ എന്നാണെങ്കിൽ ചോദിക്കുമ്പോഴത്തേക്കിന് ചെന്ന് ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് അവരെവിടെ കയറി വന്നിട്ട് അതെ വെറുതെ ഓവറായിട്ട് ഇവിടെ കിടന്ന് വർത്തമാനം പറയാതെ നമുക്ക് ഗെയിം കളിക്കാന്ന് പറഞ്ഞിട്ട് രണ്ടിനും കൊണ്ടുപോകും. പോകുന്ന വഴിക്ക് ബോസ് ആണെങ്കിൽ ചെന്നിനോട് അവളുടെ അടുത്ത് ആര് വരണം വരണ്ടെന്നൊക്കെ നീയാണോ തീരുമാനിക്കുന്നതെന്ന് വെക്കുമ്പോഴത്തേക്കിന് കമ്പനിയിൽ എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ അവളെ നോക്കാൻ വേണ്ടിയിട്ട് നീയില്ലേ, അതുപോലെ തന്നെ ഞാൻ അവളുടെ ഫാമിലിയല്ലേ, അപ്പൊ അവക്കൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനല്ലേ നോക്കേണ്ടതെന്ന് വെക്കുമ്പോഴത്തേക്കിനും ഓ അതെയോ എന്നാണീ ചോദിക്കുമ്പോൾ വേണമെന്ന് വെച്ചാൽ അവന്റെ കാലിലോട്ടാണെങ്കിൽ വെള്ളയൊക്കെ ഒഴിച്ചു വിടുക കേട്ടോ ഹീറോ. ഇവൻ എന്തൊരു കുശുംബാദം പറഞ്ഞ ബോസ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നൈറ്റ് എല്ലാവരും ഗെയിമെല്ലാം കളിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിന് ചെന്നാണെങ്കിൽ മീനിൻ്റെ അടുത്ത് വന്നിട്ട് ഇത് ഈ കാർ കീ നീ വെച്ചോ, നീ വെറുതെ അവൻ്റെ കാറിലൊന്നും പോകണ്ട, നിന്റെ സ്വന്തം കാറാകുമ്പോൾ നിനക്ക് അതിൻ്റെതായ ഫ്രീഡം എടുക്കാമല്ലോ എന്ന് പറയുമ്പോഴത്തേക്കിന് ശരി അവൻ എൻ്റെ ആരുമല്ല, നീ എൻ്റെ ആരാ, നീ എന്തിനാ എനിക്ക് ഈ കാർക്ക് തന്നെ. അവൻ എന്തേലും മറുപടി ഇപ്പൊ പറയുന്ന പ്രതീക്ഷിച്ചാണ് അവൾ ഈ ചോദ്യം ചോദിച്ചെങ്കിൽ അവനൊന്നും പറയുന്നില്ല കേട്ടോ. ശരി നീ എൻ്റെ ആരും അല്ലല്ലേ എന്നാ ശരി എന്ന് പറഞ്ഞുകൊണ്ട് അവളാണെങ്കിൽ ഗെയിം കളിക്കുന്നിടത്ത് വന്നിരിക്കട്ടോ. ട്രൂത്ത് ഓർ ഡെയർ ആയിരിക്കും കളിക്കുന്നത്. ഹീറോയിൻ്റെ അടുത്ത് വരാണ്. അവളോടൊപ്പം ചോദിക്കും നിന്റെ ഐഡിയൽ ടൈപ്പ് എങ്ങനെയാ, നിനക്ക് ആരെ വിവാഹം ചെയ്യാനാ താല്പര്യം, എങ്ങനെയുള്ള ആളെന്നൊക്കെ ചോദിക്കുമ്പോൾ ചെന്നു അവിടെ വന്നിരിക്കട്ടോ. ഇപ്പൊ രണ്ടുപേരും അടി കൂടിയിട്ടല്ലേ ഇരിക്കുന്നത്, അതുകൊണ്ട് ഒരുമാതിരി ഇരിക്കും. ബോസ് ആണെങ്കിൽ ഇവൾ എന്ത് മറുപടിയാ പറയാൻ പോകുന്നത് അറിയാൻ വേണ്ടിയിട്ട് ഇരിക്കട്ടോ. അപ്പൊ അവളും പറയാൻ തുടങ്ങാം എനിക്ക് ആഗ്രഹമുള്ളത് നല്ല ഹോണസ്റ്റ് ആയിട്ടുള്ള ആളായിരിക്കണം, നല്ല ധൈര്യമുള്ള ആളായിരിക്കണം, എനിക്ക് എന്ത് ആപത്ത് വന്നാലും ജീവൻ കൊടുത്ത് തന്നെ രക്ഷിക്കണം, അതുപോലെയൊക്കെ തന്നെയായിരിക്കും ആ വ്യക്തിയോട് ഞാനും പെരുമാറുക എന്നൊക്കെയാണെങ്കിൽ പറഞ്ഞിട്ട് പോലും ചെന്നിന് ഒരു ഹാപ്പി ഇല്ലാതെ ഒരുമാതിരി ഷോക്ക് അടിച്ചിരിക്കാട്ടോ. പക്ഷെ ബോസിന് നന്നായിട്ട് മനസ്സിലായി ഇവൾ ആരെ പറ്റിയാ പറയുന്നത്, ചെന്നിനെ പറ്റിയാണ്. കാരണം ഇവക്ക് വേണ്ടി ജീവൻ കൊടുത്ത് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരാളെ കൊണ്ടേ പറ്റുള്ളൂ, അത് നമ്മൾ ഈ ഹീറോ കൊണ്ടാന്ന് ബോസിനെ അവർ നന്നായിട്ട് അറിയാട്ടോ. അങ്ങനെ അടുത്ത ദിവസം ചെന്നാണെങ്കിൽ ഒരു സ്ഥലത്തിരിക്കുന്നു, ബോസ് ആണെങ്കിൽ ഒരു സ്ഥലത്തിരിക്കുന്നു. അവരെ ഇടയിൽ കൂടി ആണെങ്കിൽ ഹീറോയിൻ മൈൻഡാക്കാതെ പോവാട്ടോ. അവിടെ നിന്ന് ഞണ്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ടാണ് അവള് പോയേക്കുന്നത്. ഇവിടെയുള്ള സ്ഥലം എന്ന് പറയുന്നത് രാത്രിയിലാണെങ്കിൽ മൊത്തം വെള്ളം കയറുവേ, പകല് മാത്രമേ ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ എന്നൊക്കെയാണെങ്കിൽ അവിടുത്തെ ആൾക്കാർ പറയുന്നുണ്ട്. ഇതുങ്ങൾ രണ്ടുമാണെങ്കിൽ അവിടെ ഞണ്ടിനെയും കണ്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും കൂടെ ഉണ്ടായിരുന്ന ഒരു പെങ്കുച്ചാണെങ്കിൽ കാല് സ്ലിപ്പായി താഴോട്ട് വീഴാട്ടോ. ഹീറോയിൻ ആ പെൺകുട്ടീനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുവാണ്. അങ്ങനെ ആ പെണ്ണിനാണെങ്കിൽ രക്ഷിച്ച് മുകളിലോട്ട് കയറ്റുമ്പോഴത്തേക്കിനും പെട്ടെന്ന് കാലാവസ്ഥയൊക്കെ ആണെങ്കിൽ മാറുക. അപ്പത്തേക്കിനും അവിടെ ഉള്ളവരൊക്കെ പറയാണ് കടലിലുള്ളവരെല്ലാം പെട്ടെന്ന് തന്നെ കരയിലോട്ട് പോവാ, പെട്ടെന്ന് തന്നെ ഇവിടെ വെള്ളം കയറുന്നൊക്കെ പറയാട്ടോ. ഇവരതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും മിയുവിനെ കാണുന്നുണ്ടാവില്ല. അവരെവിടെ എന്നും പറഞ്ഞുകൊണ്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ ഹീറോയിൻ ആ പെൺകുട്ടിയെ രക്ഷപ്പെട്ടിട്ട് അവിടെ ഉണ്ടായിരുന്നവനോടാണെങ്കിൽ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും വിളിച്ചോണ്ട് വാന്ന് പറയുമ്പോഴാണ് മീ ഇവിടെ പെട്ട് കിടക്കുന്ന കാര്യം തന്നെ ഹീറോ അറിയുന്നത് കേട്ടോ. ബോസ് ആണെങ്കിൽ പെട്ടെന്ന് അവിടെ ഒരു പെൺകുട്ടി പെട്ട് കിടപ്പുണ്ട്, അവളെ രക്ഷിക്കുക, എത്ര പൈസ വേണമെങ്കിൽ തരാം എന്നാണെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചെന്നി ഇതൊന്നും മൈൻഡാക്കാതെ അവളുടെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് ഓടുവേ. അവൾ ഉള്ള സ്ഥലത്തോട്ട് എത്തേണ്ട ആ സ്ഥലമൊക്കെ ആണെങ്കിൽ ഇപ്പൊ തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. അവൻ അതൊന്നും മൈൻഡാക്കാതെ പെട്ടെന്ന് തന്നെ അവളുടെ അടുത്തോട്ട് വന്നേക്കും കേട്ടോ. നീ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നേക്കുന്നത്, അവിടേക്ക് വെള്ളം കയറിയിട്ടുണ്ടാവില്ലേ എന്നാണ് ചോദിക്കുമ്പോഴോ അവളെ പെട്ടെന്ന് എടുത്തിട്ട് നിനക്കൊന്നും പറ്റിയില്ലല്ലോ ഒന്നും പറ്റിയില്ലല്ലോ പറഞ്ഞിട്ട് അവരാണെങ്കിൽ അവളെ ഹഗ് ചെയ്ത് കരയുവാ. എടനെ കൈ വേദനിക്കുന്നു, വീട് നിനക്കെന്താ നിന്നെ പറ്റി ഒരു ചിന്തയില്ല, നീ ഓടി വന്ന് എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട് നിന്റെ ജീവൻ പോയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് ഇവർ രണ്ടുപേരും രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവിടേക്ക് ബോട്ടൊക്കെ വരും കേട്ടോ. എന്നിട്ട് രണ്ടുപേരും ചെക്ക് ചെയ്തിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല, മരുന്ന് വാങ്ങിക്കാൻ ആരെങ്കിലും പോയേക്കെന്ന് പറയുമ്പോഴത്തേക്കാണ് ചെന്നിനെ നോക്കുമ്പോൾ അവൻ മൈൻഡാക്കാതിരിക്കുക. ശരി ഞാൻ തന്നെ പോവാന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ പോകാൻ നിൽക്കുമ്പോൾ നീ പോകണ്ട നീ ഇവിടെ ഇരിക്കുന്നു പറയുമ്പോഴത്തേക്കിനും ബോസ് ആണെങ്കിൽ ഞാൻ പോയി വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്കിനും ഇവർ കൂടി ഉണ്ടായിരുന്ന ഒരു പയ്യനുണ്ടല്ലോ അവർക്ക് രണ്ടുപേർക്ക് ഇപ്പം എങ്ങനെയുണ്ട് ഞാൻ പോയി നോക്കട്ടെ എന്ന് നോക്കുമ്പോൾ അവർ രണ്ടുപേരും സംസാരിക്കാൻ നീ ശല്യപ്പെടുത്തണ്ടെന്ന് പറഞ്ഞിട്ട് ബോസ് ആണെങ്കിൽ അവനെ അവിടുന്ന് പറഞ്ഞു വിടും കേട്ടോ. അതോടെ എപ്പിസോഡ് കഴിയുക. അടുത്ത എപ്പിസോഡായിട്ട് എത്ര പേട്ട് തരാം. അതുവരെ ബൈ ബൈ.